ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ Hexcent പ്രൈവറ്റ് ലിമിറ്റഡ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിലെ ജനറേറ്റേഴ്സ് എന്നൊരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജനറേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ജനറേറ്റേഴ്സ്? അതാണ് നമ്മൾ നോക്കുന്നത്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ജനറേറ്റേഴ്സ്. അതാണ് ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ്. നമ്മളൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക നമ്മുടെ പ്രോഗ്രാമിങ്ങിലൊക്കെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജനറേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സാധാരണ ഫംഗ്ഷൻ പോലെ തന്നെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ എന്താണ് ഈ ആവശ്യം, ഒരു പ്രത്യേക ആവശ്യം എന്താണെന്നൊക്കെ പറയുന്നതിന് മുമ്പായി നമുക്കൊരു ഡയറക്റ്റ് പോകുന്നതിന് പകരം ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് അതിലേക്ക് എത്താം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ലിസ്റ്റ് 1, 2, 3, 6 വരെ 1 to 6 നമ്പേഴ്സ് ഉള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാനൊരു റേഞ്ച് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. 1,7 ഇപ്പോൾ സെയിം ആണ്. ഇതിന്റെ രണ്ടിലെയും കണ്ടന്റ് എന്ന് പറയുന്നത്, ഇൻപുട്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സെയിം സീരീസിലായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇനി ഒന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ലിസ്റ്റ് 1 പ്രിന്റ് ചെയ്തു. ഇതിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആ ലിസ്റ്റ് അതേപോലെ തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും ഡൗട്ട് ഒന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ തന്നെ നമുക്ക് ഈ റേഞ്ചിനെ കൂടി പ്രിന്റ് ചെയ്യാം. റേഞ്ചിനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുമായിരിക്കും എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയായിരിക്കും. ആ ഒരു റേഞ്ച് മാത്രം കാട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് റേഞ്ച്, ഇങ്ങനെ കിട്ടും. ലിസ്റ്റ് ആണെങ്കിലോ നമുക്ക് എല്ലാ നമ്മുടെ എലമെന്റ്സും നമുക്ക് കാണാനും പറ്റും. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പൊ ഈ ലിസ്റ്റിലുള്ള എല്ലാ വാല്യൂസിനെയും നമുക്ക് കാണാൻ പറ്റുകയും ചെയ്യും. അഥവാ അതുപോലെ തന്നെ റേഞ്ചിന് സെയിം സീരീസിലുള്ള ഒരു റേഞ്ചിനെ പ്രിന്റ് ചെയ്താൽ എല്ലാം കാണാൻ പറ്റുകയില്ല. പക്ഷെ ഈ റേഞ്ചിനെ നമുക്ക് എങ്ങനെ കാണാം? നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കാണാം. ഫോർ ഐ ഇൻ റേഞ്ച് 1, സോറി, ഫോർ ഐ ഇൻ റേഞ്ച് 1 പ്രിന്റ് ചെയ്യും. കമന്റ് ചെയ്തേക്കാം. ഇപ്പൊ നമ്മുടെ ആ ഒരു റേഞ്ചിനകത്തുള്ള എല്ലാ വാല്യൂസിനെയും എല്ലാ എലമെന്റ്സിനെയും നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് റേഞ്ചിലെ വാല്യൂ, ലിസ്റ്റിനെ കാണണമെങ്കിൽ ലിസ്റ്റ് ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാം, ലിസ്റ്റിലെ എലമെന്റ്സിനെ കാണാം. അതേസമയം റേഞ്ചിനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് റേഞ്ചിന് ഇതേപോലെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് വേണം പ്രിന്റ് ചെയ്യിക്കാൻ, എന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ ആൻസർ, ഇത് ജനറേറ്റേഴ്സ് എന്താണെന്നുള്ളത് ആണ് നമ്മളിപ്പോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ലിസ്റ്റ് എന്ന് പറയുന്നതിന്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് കാണാൻ പറ്റാത്തത്, അതിന്റെ ആൻസർ ആണ് പറയുന്നത്. അപ്പൊ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ ടൈപ്പ് ആണ്. ഒരു ഡേറ്റ ടൈപ്പ് നമുക്കറിയാം. ആ ഡേറ്റ ടൈപ്പിന്റെ എല്ലാ വാല്യൂസും നമ്മുടെ പ്രോഗ്രാമിന് ഉപയോഗിക്കുന്ന മെമ്മറിയിൽ ലോഡഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് പ്രിന്റ് ചെയ്യിക്കുന്ന സമയത്ത് എല്ലാം കാണാൻ പറ്റുന്നത്. പക്ഷെ റേഞ്ചിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ മെമ്മറിയിൽ ലോഡഡ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ വാല്യൂസിനെ ഡയറക്റ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇത് തന്നെയാണ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നിലധികം വാല്യൂസിനെ ഹോൾഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇതൊരു ഫംഗ്ഷൻ ആണ്, അതിന് ഒന്നിലധികം വാല്യൂസിനെ ഹോൾഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാല്യൂസിനെ എല്ലാം ഒരുമിച്ച് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യില്ല. അറ്റ് എ ടൈം ഒരു വാല്യൂ, അങ്ങനെയാണിത്. അങ്ങനെ മാത്രമേ ഇതിന് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ജനറേറ്റേഴ്സിൽ അങ്ങനെയാണ് വാല്യൂസിനെ ലോഡ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഒരേ സമയം ഒരുപാട് ഐറ്റം അല്ലെങ്കിൽ വാല്യൂസിനെ ലോഡ് ആവാത്തത് കൊണ്ട് തന്നെ മെമ്മറി സ്പേസ് ലാഭിക്കാവുന്നതാണ് നമ്മുടെ ജനറേറ്റേഴ്സിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് മെമ്മറി സ്പേസ് ലാഭിച്ചാൽ അതുകൊണ്ട് നമുക്ക് ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ടാവും. നമ്മുടെ പ്രോഗ്രാമിന്റെ എഫിഷ്യൻസി കൂടും, സിസ്റ്റം എഫിഷ്യൻസി കൂടും, അങ്ങനെയൊക്കെയുള്ള
കുറെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. അതായത് നമ്മൾ വലിയ ഡാറ്റാ സെറ്റ്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ ഫയൽസ് ഒക്കെ ഡീൽ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫംഗ്ഷൻ ആണ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറേറ്റേഴ്സിന്റെ ഒന്നുകൂടെ പറയാം, ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നിലധികം വാല്യൂസിനെ ഹോൾഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. പക്ഷെ അറ്റ് എ ടൈം ഒരൊറ്റ വാല്യൂവിനെ മാത്രമേ അത് ഹോൾഡ് ചെയ്യുള്ളൂ. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഈ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ജനറേറ്റർ അല്ല. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു എന്ന് മാത്രം. റേഞ്ച് ഒരു ജനറേറ്ററേ അല്ല. കൺസെപ്റ്റ് സെയിം ആണ്. ഇതേപോലെ ഇത് തന്നെയാണ് ജനറേറ്ററിന്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. സാധാരണ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ സാധാരണ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് സാധാരണ ഫംഗ്ഷൻ നമ്മൾ റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്യുന്നതിന് പകരം നമ്മൾ വേറൊരു കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒരു ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യാം. സാധാരണ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ ഡിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് ജനർ എന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ജനർ1 എന്ന് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോറി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വാല്യൂനെ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു റിട്ടേൺ ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്. റിട്ടേണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് yield. yield എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് ആണ് യൂസ് ചെയ്തത്. 10നെ കൊടുത്തു yield റിട്ടേൺ. അതേപോലെ തന്നെ yield 20. ഇപ്പൊ നമ്മൾ റിട്ടേൺ ആണെങ്കിൽ ഒരു റിട്ടേൺ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫംഗ്ഷൻ അവിടുന്ന് ടെർമിനേറ്റ് ആവും. പക്ഷെ ഈ yield എന്ന് പറഞ്ഞ കീവേഡ് ഫംഗ്ഷനെ ടെർമിനേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. കാരണം അറ്റ് എ ടൈം ഒരെണ്ണം അല്ലേ ഹോൾഡ് ചെയ്യുള്ളൂ. yield 30, yield 40. തൽക്കാലം ഇത്രയും മതി. നമുക്ക് ഇത്രയും കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ഇതിനെ പ്രിന്റ് ചെയ്യിക്കാം. നമുക്കിത് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പോലെ ജനർ1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല. സോ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ, ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്, ഇതിനെ വാല്യൂസിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ കാണാനായിട്ട് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു വേരിയബിളിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റോർ ചെയ്യാം. num is equal to gener1 പ്രിന്റ്. നമുക്ക് ഇതിനെ പ്രിന്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റോ നോ. ഇപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. നമുക്ക് 10 എന്നുള്ള വാല്യൂവിനെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വാല്യൂവിനെ മാത്രമേ കിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറ്റ് എ ടൈം ഈ ജനർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈ ഒരു 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂവിനെ മാത്രമേ ലോഡ് ചെയ്തിട്ടുള്ളൂ, അതിനെ മാത്രമേ ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് 10 എന്ന് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും കൊടുക്കാം. 20 കൂടി കിട്ടി. 30, 40. ഇങ്ങനെ നമുക്ക് ഓരോ ഐറ്ററേഷനിലുള്ള വാല്യൂവിനെ നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. നമുക്ക് ഇനി ഒന്നുകൂടെ കൊടുക്കാം. നമുക്കറിയാം ഇനി അവിടെ വാല്യൂ ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്താ വരണമെന്ന് നോക്കാം. സ്റ്റോപ്പ് ഐറ്ററേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എറർ ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഇനി ഹോൾഡ് ചെയ്തേക്കണ വാല്യൂസ് ഒന്നും ഇല്ല. അതുകൊണ്ട് അപ്പൊ നമ്മൾ ഇത്തരത്തിൽ പ്രിന്റ് ചെയ്യുമ്പോൾ വലിയ ഡാറ്റാ സെറ്റ്സ് ഒക്കെ ആവുമ്പോൾ നമുക്ക് എറർ ഇങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ നമുക്ക് ഇതിനെ പ്രിന്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. നമ്മൾ അതിനായിട്ടൊരു ഇതിന്റെ ആവശ്യമേ ഇല്ല. നമുക്ക് ഒരു ഫോർ ലൂപ്പ് കൊടുക്കാം. ഫോർ ഐ ഇൻ നം പ്രിന്റ് ഐ. പ്രോപ്പർ ആയിട്ട് നമുക്ക് ആ ഒരു വാല്യൂസിനെ എല്ലാം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആവും. എല്ലാ വാല്യൂസിനെ, അതായത് ആ ഫംഗ്ഷനിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള എല്ലാ വാല്യൂസിനെ നമുക്ക് ആ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട്
നമുക്ക് ഇത്തരത്തിൽ പ്രിന്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒരു വാല്യൂവിനെ മാത്രം ഹോൾഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെമ്മറി നമുക്ക് ലാഭിക്കാം, മെമ്മറി സ്പേസ് ലാഭിക്കാം എന്നുള്ളതാണ്. അതുവഴി കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. അത് നമ്മൾ വലിയ ഡാറ്റാ സെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് പ്രാക്ടിക്കലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോട് ചോദിക്കാം. വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഇത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ഞങ്ങളെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.